സ്തോത്രം. ആദിയുഗങ്ങൾ തുടക്കമാകുന്നതിന് മുമ്പേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ യാഗമാക്കിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ശിരസ്സുകൾ നമിച്ച് ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിൽ ഉള്ള വന്ദനം. എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് പൗലോസും യൂദായും ഒക്കെ പറയുന്നത്. പിതാവായ ദൈവത്താൽ അല്ലെങ്കിൽ ദൈവത്തിൽ എന്നൊക്കെ ഉണ്ട് സ്നേഹിക്കപ്പെട്ടു. ബിലൗഡ് ഓഫ് ദ ഫാദർ. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് അർത്ഥം. നാം ദൈവ സ്നേഹത്തിന്റെ പാത്രങ്ങളാണ്. നമ്മെ അങ്ങനെ സ്നേഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം. പൗലോസ് അങ്ങനെയാണല്ലോ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്രശിരസ്കരായി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഈ വർഷത്തിന്റെ ആദ്യത്തെ ശനിയാഴ്ച രാത്രി നമുക്കൊരുമിച്ച് കർത്തൃപാദങ്ങളിലായിരിക്കാൻ ദൈവം അവസരങ്ങളെ നൽകുന്നല്ലോ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ പല സമയങ്ങളിലായി പല സ്ഥലങ്ങളിലായി അനുഗ്രഹീതമായ ആത്മീയ കൂട്ടായ്മകൾ നമുക്കൊക്കെ ദൈവം ദാനമായി തരട്ടെ. അത് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിന്റെ ഉദ്ധാരണത്തിന്, ശക്തീകരണത്തിന്, ശുദ്ധീകരണത്തിന് ഒക്കെ കാരണമാകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ദൈവം ഭൂമിയുടെ മേൽ അല്ലെങ്കിൽ അനുസരണം കെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത മത്സരികളായ ജനത്തിന്റെ മേൽ അയക്കുന്ന വിവിധ ന്യായവിധികളുണ്ട്. അതിലേറ്റവും പ്രധാനമായി നാം അതിനെ 3 ഭാഗങ്ങളിലായിട്ടാണ് കാണുന്നത്. 6-ാം അധ്യായം മുതൽക്ക് നാം കാണുന്നു 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വരെ 7 മുദ്ര ന്യായവിധികൾ. അതിനുശേഷം 7 കാഹള ന്യായവിധികൾ. പിന്നീട് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച 16-ാമത്തെ അധ്യായത്തിൽ 7 കലശ ന്യായവിധികൾ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ന്യായവിധികൾ ദൈവം ലോകത്തിൽ അയക്കുന്നതായി വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാം. അതിനെ കുറച്ചുകൂടെ കൂലങ്കഷമായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതി ചില എഴുത്തുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ 3 വിധത്തിലുള്ള ന്യായവിധികൾ ഉള്ളപ്പോൾ തന്നെ കുറച്ചുകൂടെ അതിനെ വിശദമാക്കുന്നുവെങ്കിൽ ലോകത്തിന്മേലുള്ള മറ്റൊരു ന്യായവിധിയാണ് 12-13 അധ്യായങ്ങളിലായിട്ട് നാം കാണുന്ന പിശാചിനെ
വാഴുവാൻ ദൈവം അനുവദിക്കുന്ന ഒരു ന്യായവിധി. സാത്താനോടുള്ള അനുസരണം, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ സാത്താനെ അനുസരിക്കുവാൻ ലോക മനുഷ്യർ തയ്യാറായതുകൊണ്ട് ആ പിശാച് അവരെ ഭരിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കുന്ന ഒരു ന്യായവിധിയും കൂടെ ഉണ്ട്. ആ അർത്ഥത്തിൽ നാം അതിനെ കാണുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട മുദ്ര, കാഹള, കലശ ന്യായവിധികൾ കൂടാതെ നമുക്ക് കാണുവാൻ കഴിയുന്ന ന്യായവിധിയാണ് നാലാമതായിട്ട് എന്ത്? സാത്താനെയും എതിർക്രിസ്തുവിനെയും ലോകത്തിൽ വാഴുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ഒരു ന്യായവിധി, അല്ലെങ്കിൽ അനുസരണം കെട്ട ലോകത്തെ പിശാചിന് കീഴാക്കി കൊടുക്കുന്ന ഒരു ന്യായവിധി. അത് ന്യായവിധിയായിട്ട് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓർമ്മ കാണും നിങ്ങൾക്ക്. പാപം ചെയ്ത ലോകത്തെ, മുഴു സൃഷ്ടിയെയും ദൈവം എന്ത് ചെയ്തു എന്നാണ്? കീഴാക്കി കൊടുത്തവന്റെ കൽപ്പന പ്രകാരം അത്രയെന്നാ വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ സൃഷ്ടികളെയൊക്കെ, മനുഷ്യൻ ഉൾപ്പെടെയുള്ള സൃഷ്ടികളെയൊക്കെ പിശാചിന്റെ കർത്തൃത്വത്തിലേക്ക്, ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിലേക്ക്, മായയ്ക്ക് ഒക്കെ കീഴാക്കി കൊടുത്തു. അതും ഒരു ജഡ്ജ്മെന്റ് ആണ്, അതും ഒരു ന്യായവിധിയാണ്. അതും ഒരു ന്യായവിധിയാണ്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഉള്ള അടുത്ത ഒരു ന്യായവിധി, അപ്പോൾ 3 അത് കഴിഞ്ഞ് ഈ പറഞ്ഞതൊന്ന് 4-മത്തേത്. 5-മത്തേതായിട്ട് നമുക്ക് എടുത്തു പറയുന്ന ഒന്നാണ് ഈ 17-ാം അധ്യായത്തിലെ എക്ലീസിയാസ്റ്റിക്കൽ ബാബിലോൺ, ചർച്ച് ബാബിലോൺ, റിലീജിയസ് ബാബിലോൺ, അതിന്റെ ന്യായവിധി. അതാണ് നാം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 18-ാമത്തെ അധ്യായത്തിൽ അടുത്ത ന്യായവിധിയുണ്ട്. അപ്പോൾ 3, 1 4, ഇതൊന്ന് 5. 6-മത്തേതാണ് 18-ാം അധ്യായത്തിൽ കാണുന്ന വാണിജ്യ ബാബിലോൺ, ട്രേഡ് ബാബിലോൺ, ഇക്കണോമിക് സിസ്റ്റം, വേൾഡ് ഇക്കണോമിക് സിസ്റ്റം, അല്ലെങ്കിൽ ഇക്കണോമിക് ബാബിലോൺ, വാണിജ്യ ബാബിലോണിന്റെ പതനം. അത് കഴിഞ്ഞാലുള്ള ന്യായവിധി നമുക്ക് 19-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. അർമഗദ്ദോൻ യുദ്ധം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ന്യായം വിധിക്കുന്നതാണ്. അത് 7-ാമത്തെ ന്യായവിധിയായി നമുക്ക് കാണാം. 8-മതൊരു ന്യായവിധിയായി നമുക്ക് കാണുവാൻ കഴിയുന്നത് സാത്താന്റെ മേലുള്ളത്. അത് 20-ാം അധ്യായത്തിലുണ്ട്. 20-ന്റെ 1, 2, 3, 8, 9, 10, അല്ലെങ്കിൽ 7 തൊട്ട് 10 വരെ. 20-ന്റെ 1 തൊട്ട് 3 വരെയും 7 തൊട്ട് 10 വരെയുമുള്ള വാക്യങ്ങളിൽ സാത്താന്റെ ന്യായവിധി കാണാം. സാത്താന്റെയും സാത്താന്റെ ദൂതന്മാരുടെയും ഒക്കെ ന്യായവിധി. അതും കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഒടുവിലത്തെ ന്യായവിധിയായി നാം കാണുന്നത് 20-ാം അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ. അന്തിമ ന്യായവിധി, വലിയ വെള്ളസിംഹാസന ന്യായവിധി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ന്യായവിധി. ഇങ്ങനെയുള്ള ന്യായവിധികളുടെ പരമ്പരകൾ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്, മഹാപീഡന കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ന്യായം വിധിക്കുന്ന പ്രധാനപ്പെട്ട 3 വിധികൾ മാത്രമാണ് എടുത്തു പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കുറെ കൂടെ
അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു കാലക്രമം അനുസരിച്ചുള്ള എല്ലാറ്റിനെയും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. മനസ്സിലേക്കാണുമെന്ന് കരുതുന്നു. സ്തോത്രം. സംശയങ്ങളില്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ ഇതുവരെ പറഞ്ഞതിൽ. പതിനേഴും 18 അധ്യായത്തിലെ ന്യായവിധിയെ കുറിച്ചല്ലയോ കലശ ന്യായവിധിയില് നേരത്തെ നമ്മള് ചിന്തിച്ചത്? അതെ അതെ, അത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഈ 3 പ്രധാന ന്യായവിധികളിൽ ഉൾപ്പെട്ടത് തന്നെയാണ് ഈ ന്യായവിധികൾ. ഇത് രണ്ടും, 17-ലേതും 18-ലേതും. ഈവൻ 19-ാം അധ്യായത്തിലെ എതിർ ക്രിസ്തുവിന്റെ ന്യായവിധിയും അതിൽ ഉൾപ്പെട്ടത് തന്നെയാണ്, അത് ഈ കലശ ന്യായവിധികളിൽ. എന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രകാരം അതിനെ ഒന്നും കൂടെ പുറത്തെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മുദ്ര, കാഹള, കലശ ന്യായവിധികളിൽ ഉൾപ്പെടാത്തതായി ഇപ്പോൾ ഞാൻ പറഞ്ഞ 7-8 ന്യായവിധികളിൽ ഇതിനകത്ത് ഉൾപ്പെടാത്തതായിട്ട് 2 എണ്ണമേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് സാത്താനെ ന്യായം വിധിക്കുന്നതും മരിച്ചവരുടെ ന്യായവിധിയും. അത് 2മേ ഉള്ളൂ. ഈ 3 ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു വന്ന 3 ന്യായവിധികളിൽ ഇല്ലാത്തതായിട്ട്, അതിന് പുറത്തുള്ളതായിട്ട്. ബാക്കി 17-ാം അധ്യായത്തിലെ, 18-ാം അധ്യായത്തിലെയും 19-ാം അധ്യായത്തിലെയും ന്യായവിധികൾ മറ്റ് 3 ന്യായവിധികളിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. എന്നാൽ അവയെ പഠന സൗകര്യാർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത നിമിത്തം അതിൽ നിന്നും പുറത്തെടുത്ത് നമ്മൾ വിശകലനം ചെയ്യുന്നു, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം തന്നെ അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, എങ്കിൽ നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് മടങ്ങിപ്പോകാം. ഒന്നും കൂടെ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചാട്ടെ. 17-ന്റെ 1-2. Then one of the 7 angels who had the 7 bowls came and said to me, "Come, I will show you the judgment of the great prostitute, who is seated on many waters, with whom the kings of the earth have committed sexual immorality, and with the wine of whose sexual immorality the dwellers on earth have become drunk." And he carried me away in the spirit into a wilderness, and I saw a woman sitting on a scarlet beast that was full of blasphemous names, and it had 7 heads and 10 horns. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ഈ 17-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഒരു പല കാര്യങ്ങൾ ഇതിനകത്തിലുണ്ട്. അതിൽ പ്രധാനമായിട്ടും നാം കാണുന്നത് ഒരു സ്ത്രീയെയാണ്. ഈ 17-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ലോക മതത്തിൻ്റെ ചിത്രമായി ഇവിടെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. രണ്ടാമത് അവിടെ ഉള്ളത് എതിർ ക്രിസ്തു എന്ന മൃഗമാണ്. എതിർ ക്രിസ്തു എന്ന മൃഗം. രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ ഇവിടെ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട
സംഗതി ആ മൃഗത്തിന്റെ 9-ാമത്തെ വാക്യത്തിലുണ്ട് തല, 7 തല. പിന്നെ ഉള്ളത് ഇന്നലെ നമ്മൾ കണ്ടു, ആ സ്ത്രീ ഇരിക്കുന്ന പെരുവെള്ളം. പത്ത് കൊമ്പുകൾ. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ ഈ സ്ത്രീയും മൃഗവും. ആ മൃഗത്തിന്റെ വിവരണം, ആ മൃഗത്തെ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതാണ്. 1-2 കാര്യങ്ങൾ കൂടെ ആ കാര്യത്തിൽ നമുക്ക് പറയാം. ഈ സ്ത്രീയെ നമ്മൾ ഇന്നലെ തന്നെ കണ്ടു. ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ലോകത്തിൽ ഉണ്ടാകുവാനിരിക്കുന്ന ലോകമതമാണ്. അതിനെയാണ് എക്ലീസിയാസ്റ്റിക്കൽ ബാബിലോൺ എന്ന് വിളിക്കുന്നത്, റിലീജിയസ് ബാബിലോൺ എന്ന് വിളിക്കുന്നത്, മത ബാബിലോൺ, സഭാ ബാബിലോൺ. അവൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായ പരിശുദ്ധ സഭയ്ക്ക് ബദലായി നിൽക്കുന്ന വ്യാജമതമാണ്. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. വ്യാജമതം. അവളെ ഈ ലോകത്തിലേക്ക് വ്യാപകമായി അവതരിപ്പിക്കുന്നത് എതിർ ക്രിസ്തുവാണ്. അപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ ആ മതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കുന്നതും അതേ എതിർ ക്രിസ്തുവിനെ തന്നെയാണ്. എതിർ ക്രിസ്തുവിന്റെ സ്വാധീനത്താലാണ് ഈ ലോക മതം ലോകവ്യാപകമായി ഉടലെടുക്കുന്നത്, സ്വാധീനം ചെലുത്തുന്നത്. എന്നാൽ ദൈവം അനുവദിച്ച കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അതേ എതിർ ക്രിസ്തുവിനെ ഉപയോഗിച്ച് തന്നെ ദൈവം ആ മതത്തെ നാമാവിശേഷമാക്കുന്ന ചിത്രമാണ് ഈ 17-ാം അധ്യായത്തിൽ നമുക്കുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ സ്ത്രീയുടെ ഇരിപ്പ് കണ്ടില്ലേ? അവൾ മൂന്നാമത്തെ വാക്യവും കൂടെ 3ഉം 4ഉം വാക്യം കൂടെ വായിച്ചാട്ടെ. 3 and 4 also. And he carried me away in the spirit into a wilderness, and I saw a woman sitting on a scarlet beast that was full of blasphemous names, and it had 7 heads and 10 horns. The woman was arrayed in purple and scarlet, and adorned with gold and jewels and pearls, holding in her hand a golden cup full of abominations and the impurities of her sexual immorality. സോറി, ഈ 2 ചിത്രങ്ങൾ, മൃഗവും സ്ത്രീയും, മൃഗത്തിന്റെ മേൽ വാഹനമേറുന്ന സ്ത്രീ. അതുകൊണ്ട് തന്നെയാണ് നാം പറഞ്ഞത് ഈ സ്ത്രീയെ ലോകത്തിൽ
ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ മതത്തെ. ഓക്കെ, ഈ മതത്തെ ലോകത്തിൽ അവതരിപ്പിക്കുന്നത് ഈ മൃഗമാണ്. മൃഗത്തിന്റെ മേലാണ് ഇവൾ ലോകത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഒടുവിൽ ആ മൃഗം തന്നെ അവളെ നശിപ്പിക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. രണ്ടുപേരുടെയും സമാനതകൾ കണ്ടോ? ആ മൃഗത്തിന് ഇവിടെ ഒരു കടുംചുവപ്പ് നിറമാണ്. ഈ മൃഗത്തെ നമ്മൾ മറ്റൊരു രീതിയിൽ 13-ാം അധ്യായത്തിൽ കണ്ടിരുന്നു. അന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. 13-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിനെ കാണാം, 17-ാം അധ്യായത്തിലും എതിർ ക്രിസ്തുവിനെ കാണാം. രണ്ടിടത്തും മൃഗം നിറത്തിലും അല്പസ്വല്പ വേറെ വ്യത്യാസങ്ങളുമേ രണ്ടിനുമുള്ളൂ. അതിലെ പ്രധാന വ്യത്യാസം 2 കാര്യങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന്, 13-ാം അധ്യായത്തിലേത് എതിർ ക്രിസ്തുവിന്റെ രാഷ്ട്രീയ ചിത്രമാണ്, രാഷ്ട്രീയ ചിത്രം. എന്നാൽ 17-ാം അധ്യായത്തിലേത് മത ചിത്രമാണ്. In 17 we have the religious picture of the Antichrist, whereas in chapter 13 his political description is given. Political picture. In chapter 17 നമ്മൾ കണ്ടിരുന്നു, നേരത്തെ കണ്ടായിരുന്നു. 17-ാം അധ്യായമാണോ ആദ്യത്തെ സംഭവം, അതോ 17-ാം അധ്യായത്തിലെ എതിർ ക്രിസ്തുവാണോ ആദ്യത്തെ ചിത്രം, അതോ 13-ാം അധ്യായത്തിലെ എതിർ ക്രിസ്തുവാണോ? ഓർമ്മയുണ്ടോ? ആദ്യം 16. അതെ, 17-ാമത്തേതാണ് ആദ്യത്തേത്. കാരണം രാജമുടിയുണ്ട്. രാജമുടി 13-ലുണ്ട്, 13-ലുണ്ട്, 17-ലില്ല. എന്ന് വെച്ചാൽ 17-ാം അധ്യായത്തിലെ എതിർ ക്രിസ്തുവിന്റെ അല്ലെ മൃഗത്തിന്റെ ചിത്രമാണ് ആദ്യത്തേത്. കാരണം ഇത് അവൻ പൂർണ്ണ രാജ്യത്വം പ്രാപിക്കുന്നതിന് മുമ്പുള്ള ചിത്രമാണ്. അതുകൊണ്ടാണ് 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് 7 തലയും 10 കൊമ്പും ഉള്ളതായി ഒരു മൃഗത്തെ കാണുന്നത്. എന്നാൽ 13-ാം അധ്യായം 1-ാമത്തെ വാക്യം, 13-ന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമവും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. കണ്ടോ? 10 കൊമ്പ്, 7 തല, കൊമ്പുകളിൽ 10 രാജമുടി. രാജമുടി എന്ന് പറഞ്ഞാൽ കിരീടങ്ങൾ എന്നർത്ഥം. എന്നാൽ 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ 7 തലയുണ്ട്, 10 കൊമ്പുമുണ്ട്. പക്ഷെ കൊമ്പുകളിൽ എന്ത് കാണുന്നില്ല? രാജമുടികൾ അഥവാ കിരീടങ്ങൾ കാണുന്നില്ല. എന്ന് വെച്ചാൽ 17-ാം അധ്യായത്തിലെ എതിർ ക്രിസ്തുവിന്റെ ചിത്രം അവൻ രാജത്വം പ്രാപിക്കുന്നതിന് മുൻപുള്ളതാണ്. അതാണ് കിരീടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, അവന്റെ രാജത്വത്തെയാണ്. എന്നാൽ 13-ാം അധ്യായത്തിൽ അവന് രാജത്വം പ്രാപിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ചിത്രമാണ്. എന്ന് വെച്ചാൽ എതിർ ക്രിസ്തു ആദ്യം ഒരു പൊളിറ്റിക്കൽ
രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഒരു മത നേതാവ് എന്നതുപോലെയായിരിക്കും വെളിപ്പെടുക. മതത്തിന്റെ ഏകീകരണമാണ് അവൻ ആദ്യം നടത്തുക. ഒരു മത നേതാവിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ അവന്റെ ആവിർഭാവം. മനസ്സിലായോ? ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഒരുപക്ഷെ അവൻ ഒരു മതത്തിന്റെ നേതാവായിട്ടാകാം വെളിപ്പെടുന്നതെന്ന് സാരം. ഏറ്റവും ഒടുവിൽ അവൻ ആരാധനയും മറ്റും സ്വീകരിക്കുന്ന തരത്തിലേക്ക് മാറുന്നതും മറ്റു മതങ്ങളെയൊക്കെ അവൻ ഇല്ലായ്മ ചെയ്യുന്നതും നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. എന്നാൽ ആദ്യ സമയത്ത് അവൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 7 തലയുടെ ഈ സ്ത്രീ ഇരിക്കുന്ന 7 മലകൾ, ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ താഴോട്ട് വരുമ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഈ സ്ത്രീ എതിർക്രിസ്തുവിന്റെ സഹായത്താലാണ് ലോകോത്തരമായ ആരാധന അല്ലെങ്കിൽ മതമായിട്ട് മാറുന്നത്. ഒടുവിൽ അതേ എതിർക്രിസ്തു തന്നെ ഇതിനെ നാമാവശേഷമാക്കുകയും ചെയ്യുന്നു. ഈ മതത്തെക്കുറിച്ച് അല്പമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കുവാനാണ് ഈ സ്ത്രീയെക്കുറിച്ച്. മതത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെക്കുറിച്ച്, ഈ സ്ത്രീയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ മതത്തെക്കുറിച്ച്. ഓക്കെ, ഹിയർ ദിസ് വുമൻ, ദിസ് ഹാർലറ്റ് വുമൻ, ഈ വേശ്യാ സ്ത്രീ എന്തിനെ കുറിക്കുന്നു? പെർവേർട്ടഡ് വേൾഡ് റിലീജിയസ് സിസ്റ്റം. പെർവേർട്ടഡ് world religious system, the false ecclesia, വ്യാജമതം, വഷളാക്കപ്പെട്ട ലോകമതം, അതിനെയാണ് ഈ സ്ത്രീ കുറിക്കുന്നത്. അപ്പോൾ സ്ത്രീ 17-ാം അധ്യായത്തിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വ്യാജമതം അല്ലെങ്കിൽ കള്ളസഭ. കള്ളസഭ അല്ലെങ്കിൽ വ്യാജമതം എന്ന് പറഞ്ഞാൽ ഈ വേശ്യാ സ്ത്രീ, കടിഞ്ചുവപ്പെടുത്തിരിക്കുന്ന ധാരിണിയായ ഈ സ്ത്രീ. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും അതിനെ നമ്മൾ 3 തരം തിരിച്ച് പഠിക്കാൻ സാധിക്കുമെന്ന്. ദ ഹിസ്റ്ററി, ദ കറന്റ് സ്റ്റാറ്റസ് and the future. ഈ മതത്തിന്റെ, ഈ സ്ത്രീയുടെ ചരിത്രവും സമകാലിക അവസ്ഥകളും ഭാവി അവസ്ഥകളും ഇങ്ങനെ 3 തരം തിരിച്ച് പഠിക്കുവാൻ വേദപഠിതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളും ആ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. നമുക്കറിയാമല്ലോ, ലോക വ്യാജ മതത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? We may be knowing the very origin of world perverted religion or worship system. നിമ്രോദിന്റെ കാലം മുതലാണോ? തീർച്ചയായിട്ടും. It began from Nimrod. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. ജലപ്രളയാനന്തരമുള്ള ശിനാർ ദേശത്തെ ബാബേൽ, അവിടുത്തെ ദൈവത്തിനെതിരായിട്ടുള്ള നീക്കത്തിന് ചുക്കാൻ പിടിച്ച ഒരു മനുഷ്യൻ നിമ്രോദ്.
ആ നിമ്രോദാണ് ഈ അക്ഷരീയ ബാബിലോണിന്റെ തന്നെ സ്ഥാപകൻ, ഉപജ്ഞാതാവ്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതുപോലെ ഈ ബാബിലോൺ എന്ന് പറയുന്നത് ദൈവവിരോധമായ ലോക ആരാധനാ രീതികളുടെ തലസ്ഥാനമാണ്. Capital of world religious system that is in organized hostility with God. ദൈവത്തോട് സംഘടിതമായ വിരോധം, എതിർപ്പ്, വൈരാഗ്യം വച്ചു പുലർത്തുന്ന ലോക മതങ്ങളുടെ, ലോക ആരാധനകളുടെ, സാത്താന്യ സേവകളുടെ തലസ്ഥാനമാണ് ഈ ബാബിലോൺ. അതിന് ചുക്കാൻ പിടിച്ച ഉപജ്ഞാതാവായി പ്രവർത്തിച്ച ആളാണ് നിമ്രോദ് എന്ന് പറയുന്നത്. നിമ്രോദിന്റെ നേതൃത്വത്തിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് നമുക്ക് നന്നായിട്ട് ഉൽപ്പത്തി 10-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അവയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ്, നിമ്രോദിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടെ അവിടെ നിന്നും എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ സംഘത്തെ, സഭയെ വാർത്തെടുക്കുന്ന പരിപാടി, അതിനുള്ള ആവിഷ്കാരം നടത്തിയത് സകല കാലത്തിനും മുൻപേ ആണെന്ന് ഇന്നലെ നമ്മൾ പഠിച്ചു. സാത്താന്യ സഭയ്ക്ക് അടിസ്ഥാനമിട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഇവിടെ ഉൽപ്പത്തി 10-ാം അധ്യായത്തിലാണ്. അവൻ അതിനു മുമ്പ് ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ ഒരു കൂട്ടം ദൂതന്മാരെ അവനോടുകൂടെ വശീകരിച്ചു. അതിനുശേഷം മനുഷ്യരെ അവൻ ചതിച്ചു. ആദാം ഹൗവമാരെ അവൻ പാപത്തിൽ വീഴ്ത്തി. അവരുടെ മൂത്ത മകനായ കയീനെ പിശാച് അവന്റെ ലക്ഷ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് കൊലപാതകനാക്കി. അതേ തുടർന്ന് ലോകജാതികൾ അല്ലെങ്കിൽ ലോകത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ മ്ലേച്ഛതയിലും പാപത്തിലും അകപ്പെട്ടു. ദൈവം അവരെയും ജലപ്രളയം കൊണ്ട് ശിക്ഷിച്ചു. പ്രളയത്തിന് ശേഷം, പ്രളയാനന്തരം നോഹയുടെ 3 മക്കളിലൂടെ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തെ, ലോകത്തെ, മാനുഷിക സംഘത്തെ, മനുഷ്യജാതിയെ, ജനസംഖ്യയെ വർദ്ധിപ്പിച്ചെടുത്തു. അതിലെ ആദ്യ തലമുറകളിൽ തന്നെ സാത്താൻ വീണ്ടും തൻ്റെ ദൈവത്തോടുള്ള വിരോധം വെളിപ്പെടുത്തി ദൈവത്തിനെതിരായി സംഘടിത മതത്തെ രൂപപ്പെടുത്തിയെടുത്തു. അതിൻ്റെ മൂത്ത മകനായിട്ടോ ആ സാത്താന്യ മതത്തിന്റെ ആദ്യത്തെ മഹാപുരോഹിതനായിട്ടോ ഒക്കെ നമുക്ക് ഈ നിമ്രോദിനെ കാണാം. ഇവിടെ നാം നിമ്രോദിനെ കാണുമ്പോൾ ഉൽപ്പത്തി 10-11 അധ്യായങ്ങളിലാണ് അതിന്റെ തുടക്കമെന്ന് നമ്മൾ കണ്ടു. ബാബേൽ ഗോപുരവുമായിട്ടുള്ള ബന്ധത്തിലാണ് അതിനെ കാണുന്നത്. അതിന്റെ വിശദീകരണങ്ങളും നമ്മൾ ഇന്നലെ കണ്ടു. വെറും ഒരു സ്തൂപം എന്ന നിലയിലല്ല, വാസയോഗ്യമായ വിശാലമായ ഒരു പട്ടണം എന്ന നിലയിലാണ് ഈ ഗോപുരം ഇവൻ പണിതുയർത്തിയത്. വെറുതെ ഒരു പില്ലർ പോലെയല്ല. ഇനിയും ഒരു പ്രളയം ഉണ്ടായാൽ നാം കയറി രക്ഷപ്പെടുക എന്ന അർത്ഥത്തിൽ, ലക്ഷ്യത്തോടെ.
നാം ഇനി ഈ ലോകത്തിലെങ്ങും പിരിഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഒരുമിച്ച് പാർക്കുക എന്ന ലക്ഷ്യത്തോടെ അവൻ പണിത വലിയ ഒരു റെസിഡൻഷ്യൽ ടവർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ പല ഹൗസിംഗ് കോംപ്ലക്സുകളും ടവർ എന്നാണ് അറിയപ്പെടുന്നത്. ടവറുകൾ. ടവർ എന്നൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ വിസ്തൃതിയും അതിൻ്റെ ഉയരവും ഒക്കെ വിശേഷ അളവുകൾ വെച്ചുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പണിയാണ് നാം ഇവിടെ കാണുന്നത്. എന്നിട്ട് നാം അതിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ഉൽപ്പത്തി 10-ന്റെ 8, 9, 10. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ടു. നിനവെ, രഹോബോത്ത് പട്ടണം, കാലഹ്, നിനവേക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേസൻ എന്നിവ പണിതു. മിസ്രയീമോ, ലൂദീം, അനാമീം, ലഹാബീം, കുറെ ഉണ്ടല്ലോ പേര്. മതി. അപ്പോ അവിടെ നമുക്ക് നിമ്രോദിനെ കാണാം. എന്നാൽ ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കിവിടെ നിമ്രോദിനെ കാണാം. നിമ്രോദിന്റെ രാജ്യത്തിന്റെ, അവന്റെ സാമ്രാജ്യത്തിന്റെ ആരംഭം എന്ന നിലയിൽ ഇവിടെ നമ്മൾ വായിച്ച ചില കാര്യങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് ഷിനാർ ദേശത്തെ ബാബേൽ അല്ലെങ്കിൽ ബാബിലോണിനെ കാണാം. അങ്ങനെ നിമ്രോദിനെ നാം ഇവിടെ കാണുമ്പോൾ തന്നെ ലോക മതവുമായിട്ട് നിമ്രോദിനും നിമ്രോദിന്റെ കുടുംബത്തിനും വളരെ വലിയ ഒരു ബന്ധമുണ്ട്. നിമ്രോദ് and his family, they have very inseparable relation in the world perverted religion. ലോകത്തിന്റെ ഈ വികലമായ മതത്തിൽ, വ്യാജ മതത്തിൽ, ഈവൻ ക്രൈസ്തവ സഭയോട് പോലും ചേർന്ന്, യേശുക്രിസ്തുവിനോട് പോലും ചേർന്ന് നിൽക്കുന്ന ഈ വ്യാജ മതത്തിൽ നിമ്രോദിനും അവന്റെ കുടുംബത്തിനും വളരെ സ്വാധീനമുണ്ടെന്ന് ലോക ചരിത്രം വ്യക്തമാക്കുന്നു. ദ സെക്യുലർ ഹിസ്റ്ററി ഓഫ് നിമ്രോദ് reveals how his family is so related, an inevitable part of this world perverted religious system. അതാണ് നാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ക്രൈസ്തവ സഭയുടെ പോലും പ്രതീകമായി നിൽക്കുന്ന ഒരു തിരുക്കുടുംബം എന്ന് വിളിക്കപ്പെടുന്ന ചിത്രമാണ്. തിരുക്കുടുംബം. അവരെ നമ്മുടെ മലയാളം ഭാഷയിൽ, പാട്ടുകാരൻ്റെയൊക്കെ ഭാഷയിലും വിളിക്കുന്നത് ഈശോ മറിയം ഔസേപ്പ് എന്നാണ്. ഈശോ മറിയം ഔസേപ്പ്. തിരുക്കുടുംബം എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഔസേപ്പച്ചന് അവിടെ വലിയ സ്ഥാനമൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. എന്നാലും മറിയയുടെ ഭർത്താവ് എന്ന നിലയിൽ മറിയയെയും ശിശുവിനെയും ആദിമകാലങ്ങളിൽ പരിരക്ഷിച്ചയാളെന്ന നിലയിൽ യോസേഫിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. തീർച്ചയായിട്ടും
യേശുവിന് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് ശരീരം വാടകയ്ക്ക് കൊടുത്ത ഒരു മാന്യ വനിത എന്ന നിലയിൽ മറിയയെയും നമ്മൾ ആദരിക്കുന്നു. ആരാധിക്കുന്നില്ല, ആദരിക്കുന്നു. അപ്പൊ യോസേഫിനോടും മറിയയോടും നമുക്കും ഒട്ടും കുറയാത്ത ആദരവുണ്ട്, ബഹുമാനമുണ്ട്. വിശുദ്ധ മറിയം എന്ന് വിളിക്കുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. സെയിന്റ് എന്ന നിലയിൽ, സെയിന്റ്, വിശുദ്ധ മറിയം. യേശു കർത്താവ് ജനിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു ശരീരം എന്ന നിലയിൽ തീർച്ചയായും ആ സ്ത്രീയെ നമുക്ക് വിശുദ്ധ എന്ന് വിളിക്കാം. വിശുദ്ധ പൗലോസ്, പത്രോസ് എന്നൊക്കെ വിളിക്കുന്നത് പോലെ നമ്മളും ആ നിലയിൽ ആര് തന്നെയാണ്? വിശുദ്ധന്മാരാണ്. അപ്പോ വിശുദ്ധ മറിയമെന്ന് പറയുന്നതിൽ വേറെ പ്രത്യേകിച്ച് വിശുദ്ധിയൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുന്ന മധ്യസ്ഥതയുടെ വിശുദ്ധിയൊന്നുമല്ലിത്. ദൈവം വിശുദ്ധീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ മറിയയെ വിശുദ്ധ എന്ന് വിളിക്കുന്നു, പരിഗണിക്കുന്നു. അതിലൊരു തെറ്റുമില്ല, വേദവിപരീതമില്ല. നമ്മളും ആര് തന്നെയാണ്? വിശുദ്ധന്മാരാണ്. വേദപുസ്തകം ദൈവസഭാംഗങ്ങളെ സംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാരെന്ന്. നാം നീതീകരിക്കപ്പെട്ടവർ ആയതുകൊണ്ട് നീതിമാന്മാരും വിശുദ്ധീകരിക്കപ്പെട്ടവർ ആയതുകൊണ്ട് വിശുദ്ധന്മാരുമാണ്. ആ അർത്ഥത്തിൽ മറിയയും യോസേഫും ഒക്കെ വിശുദ്ധരാണ്. ആ നിലയിൽ നമ്മൾ അവരെ ആദരിക്കുന്നു. ആ ഒരു തിരുക്കുടുംബത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് തിരുപ്പിറവിയുമായുള്ള ബന്ധത്തിൽ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവനും കണ്ടതാണ്. ഈവൻ മുസ്ലിം രാജ്യങ്ങളിൽ പോലും വാണിജ്യപരമായിട്ടായിരിക്കാം എങ്കിലും ക്രിസ്മസ് ട്രീയും സ്റ്റാറും ദീപാലങ്കാരങ്ങളുമൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും. വാണിജ്യത്തിന്റെ ഒക്കെ ബന്ധമായിരിക്കാം, അത് പോകട്ടെ, അത് നമുക്ക് വിഷയമല്ലെങ്കിലും ലോകം മുഴുവനും തിരുപ്പിറവിയെ കൊണ്ടാടിയ ഡിസംബർ മാസം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. തിരുക്കുടുംബത്തെക്കുറിച്ച് ലോകക്കാർക്കൊക്കെ അറിയാം. അതിൽ പറഞ്ഞതുപോലെ യോസേഫ് ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന, ശാന്തനായി, പ്രത്യേകിച്ച് വലിയ ഇടപെടലുകളൊന്നും നടത്താത്ത ഒരു കഥാപാത്രമാണ്. എന്നാൽ യോസേഫിനെ കാണാത്ത സ്ഥലങ്ങളിലും നാം കാണുന്ന ഒരു ചിത്രമുണ്ട്. रूफस, मैंने अभी जो व्हाट्सएप में भेजा वो एक पिक्चर दिखा दो. ഒന്ന് രണ്ടെണ്ണം ഞാൻ വേറെയും കൂടെ അയക്കാം. ആ സമയത്ത് അതും കൂടെ നോക്കിക്കോണം, കാണി ഡിസ്പ്ലേ ചെയ്യണം. തിരുക്കുടുംബമായിട്ടില്ലെങ്കിലും പൊതുവെ കാണുന്ന മറ്റൊരു ചിത്രമുണ്ട്. ഒരമ്മയുടെയും ഒരു കുഞ്ഞിന്റെയും. ഇതല്ല ഇപ്പം ഞാൻ അയച്ചത്, ലാസ്റ്റ് ഞാൻ അയച്ചത്. നോ, യാ, ദിസ് വൺ. ഒരമ്മയും ഒരു കുഞ്ഞും, പ്രത്യേകിച്ച് നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ സൂര്യനിൽ നിൽക്കുന്നത് പോലെ ഒരു ചിത്രമുണ്ട്.
ഇതാരാണ്? സെമിറമിസ്. ആഹാ. ഈ ചിത്രമാണ് ലോക ക്രൈസ്തവ സഭയുടെ പ്രതീകം എന്ന നിലയിലൊക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പൊതുവെ കാണുന്നത്. മറിയയും എന്താ പറഞ്ഞത്? ബിന്ദു സിസ്റ്റർ ആണോ എന്ന് പറയാൻ വന്നത്? നിമ്രോന്റെ ഭാര്യയല്ലേ? ഈ അനി മാറ്റിക്ക മോനെ. യഹസ്കേൽ പ്രവചനം 8-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. എസെക്കിയേൽ 8:14. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഈ കാണുന്ന ചിത്രം പൊതുവെ മറിയയും ഉണ്ണിയേശുവുമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മറിയയും ഉണ്ണിയേശുവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 2500ഓളം വർഷങ്ങൾക്ക് മുൻപ് മുതൽ പ്രചരിക്കപ്പെടുന്ന ഒരു ചിത്രമാണ്. ഇത് ബാബിലോണ്യ മതത്തിന്റെ പ്രതീകമാണ്. ദിസ് പിക്ചർ ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ബാബിലോണിയൻ റിലീജിയൻ. ബാബിലോണ്യ മതത്തിന്റെ ചിത്രമാണത്. തമ്മൂസ് എന്ന് യഹസ്കേൽ പ്രവാചകൻ തന്നെ വിളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണത്. തമ്മൂസ്. ഈ തമ്മൂസ് നിമ്രോദിന്റെ ഭാര്യയുടെ മകനാണ്. നിമ്രോദിന്റെ ഭാര്യയുടെ മകൻ. നിമ്രോദിന്റെ ഭാര്യ. മോനെ, അടുത്ത 1-2 ചിത്രങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ, പിക്ചേഴ്സ്, അതും കൂടെ ജസ്റ്റ് കാണിച്ചു. നിമ്രോദിന്റെ ഭാര്യയെ സെമേറിമിസ്, ചിലർ അതിനെ സെമറാമീസ് എന്ന് വിളിക്കും. ഇത് നിമ്രോദ്. ഈ കുഞ്ഞ് നിമ്രോദ് എന്നും തമ്മൂസ് എന്നും വിളിക്കപ്പെടും. അതിന്റെ കാരണം നിങ്ങൾ ചിലർക്കറിയാം, അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അടുത്ത ഒരെണ്ണങ്ങളുണ്ടല്ലോ, അതുകൂടെ കാണിച്ചു. ഇത് പല രാജ്യങ്ങളിൽ പല നിലകളിൽ അറിയപ്പെടുന്ന സെമിറാമീസും തമ്മൂസുമാണ്. ഇത് ഏറ്റവും ആദ്യം തുടങ്ങിയത് ബാബിലോണിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ബാബിലോണ്യ മതം എന്ന് വിളിക്കുന്നത്. ബാബിലോണിൽ നിന്ന് അത് ഫൊയ്നീഷ്യയിലേക്ക് പോയി. ബാബിലോണിൽ ഇതിന് തൊട്ട് മുമ്പുള്ളത് മോനെ, ബാബിലോണിൽ ഇത് സെമിറാമീസും इसके बाद സെമിറാമീസും തമ്മൂസുമാണ്. സെമിറാമീസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെമിറേമീസ്. ബാബിലോണിൽ ഇതായിരുന്നു ചിത്രം. സെമിറാമീസിനെ അല്ലെങ്കിൽ ഈ സെമിറീമസിനെ, SEMERIMUS, സെമിറെമിസ്, ഈ സെമിറാമീസ് സെമിറമിസിനെ ആകാശരാജ്ഞി എന്നാണ് വിളിച്ചിരുന്നത്, ക്വീൻ ഓഫ് ഹെവൻ. അവർ ഈ മതം, ഈ ദൈവങ്ങൾ ഫൊയ്നീഷ്യയിലേക്ക് പോയി.
ഫൊയ്നീഷ്യയിൽ ചെന്നപ്പോൾ സെമിറാമീസിന്റെ പേര് മാറി അസ്തേറോത്ത് എന്നായി. അത് കാണിക്കാൻ കൊള്ളാത്തൊരു ചിത്രമായതുകൊണ്ട് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല. അസ്തേറോത്ത് ഇവരൊക്കെ ഗോഡ് ഓർ ഗോഡസസ് ഓഫ് ഫെർട്ടിലിറ്റി എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നഗ്നതയ്ക്ക് കുറെ പ്രാധാന്യമുണ്ട് ഇവയിലൊക്കെ. ഫൊയ്നീഷ്യയിൽ എത്തി അസ്തേറോത്തും തമ്മൂസുമായി. അവിടെ നിന്നും പെർഗമോസിലേക്ക് പോയി. ഏഷ്യൻ മൈനറിൽ നമ്മൾ പെർഗമോ സഭയെക്കുറിച്ച് പഠിച്ചപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ഒന്നും കൂടെ വായിച്ചോളൂ, കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുമല്ലോ. 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, റെവലേഷൻ 2:13, വെളിപ്പാട് 2:13. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. സ്തോത്രം. പെർഗമോസിലേക്ക് ബാബിലോണിൽ നിന്ന് ഫൊയ്നീഷ്യയിൽ നിന്ന് ഏഷ്യയിലെ വിശേഷപ്പെട്ട പെർഗമോസിലേക്ക് പോയി. അവിടെ നിന്ന് ഇത് വീണ്ടും ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലേക്ക് ചെന്നപ്പോൾ അതിന്റെ പേര് ഐസിയ, ASIA, ഐസിയ ആൻഡ് ഹോറസ് എന്നായി. ഐസിയ ഹോറസിൻ്റെതാണ് മുമ്പേ കാണിച്ച 2 കൊമ്പുള്ള ആ ചിത്രം. ഒന്നും കൂടെ കാണിക്കാമോ മോനെ? വിത്ത് 2 ഹോൺസ്. മിസ്രൈമിൽ ഇതാണ് സെമിറാമീസും തമ്മൂസും. അവിടെ ചെന്നപ്പോൾ പേരും രൂപത്തിന് ചെറിയ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായി. ഓക്കെ, അവിടെ നിന്ന് ഗ്രീസിലേക്ക് ഇത് പോയപ്പോൾ ഗ്രീസിൽ ഇതിന്റെ പേര് അഫ്രോഡൈറ്റ് ആൻഡ് ഈറോസ് എന്നായി. അഫ്രോഡൈറ്റ് ആൻഡ് ഈറോസ് എന്നായി. അവിടെ നിന്നും സ്പെല്ലിംഗ് APHRODITE. ഒന്നുകൂടെ പറയാം, അഫ്രോഡൈറ്റ്, APHRODITE, അഫ്രോഡൈറ്റ്, ആൻഡ് ഇറോസ്, EROS, ഇറോസ്. അവിടെ നിന്ന് ഇത് റോമിലേക്ക് വന്നു. റോമിലേക്ക് വന്നപ്പോൾ പേരുമാറി വീനസ്, VENUS, വീനസ് ആൻഡ് ക്യൂപ്പിഡ്, CUPID, വീനസ് ആൻഡ് ക്യൂപ്പിഡ് എന്നായി. ഈവൻ അത് ചൈനയിലേക്ക് വന്നു കേട്ടോ. ചൈനയിലേക്ക് വന്നപ്പോൾ പേരുമാറി മദർ ഷിങ്മു, മദർ ഷീങ്, SHING, ഷീങ് മു, MOO, ഷിങ് മു ആൻഡ് ഹെർ ചൈൽഡ്. ഷിങ് മൂവും അവളുടെ കുട്ടിയും മകനും എന്ന പേരായി. പ്രൊഫസി ഫോർ ടുഡേ എന്ന പുസ്തകത്തിനകത്ത് പ്രവചന വ്യാഖ്യാതാവായ ഡോക്ടർ JD പെന്റിക്കോസ്റ്റ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കൊട്ടേഷൻ ഞാൻ വായിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നു, several years ago I visited an archaeological museum in Mexico City. മെക്സിക്കോ സിറ്റിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഭൂഗർഭ ഗവേഷണ മ്യൂസിയം സന്ദർശിക്കുവാനിടയായി. A recent find had just been put on display in which Mexican archaeologists
had authenticated as belonging to the period about 200 years before Christ. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 200 വർഷം മുമ്പ് ഉണ്ടാക്കപ്പെട്ടതെന്ന് മെക്സിക്കൻ ഭൂഗർഭ ഗവേഷകർ തിട്ടപ്പെടുത്തിയ ഒരു വസ്തുത അവിടെ ഞാൻ കണ്ടു. The object was the center of religious worship among some of the early Indians in Mexico. മെക്സിക്കോയിൽ ഉള്ള പഴയ അല്ലെങ്കിൽ പുരാതന ഇന്ത്യൻസിന്റെ എത്ര കാലം മുമ്പാ? യേശുവിന്റെ ജനനത്തിന് ഏതാണ്ട് 200 വർഷം മുമ്പ് മെക്സിക്കോയിലുള്ള പുരാതന ഇന്ത്യൻസിന്റെ ആരാധനാമൂർത്തിയായിരുന്നു അത്. To my amazement, it was an image of a mother with a child in her arms. ഡോക്ടർ പെന്റിക്കോസ്റ്റ് പറയുന്നത്, എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, യേശുവിന്റെ ജനനത്തിന് 200 വർഷം മുമ്പ് മെക്സിക്കോയിലെ പുരാതന ഇന്ത്യൻ സമൂഹം ആരാധിച്ച ആരാധനാ മൂർത്തിയുടെ ചിത്രം ഒക്കത്ത് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ദിസ് ബാബിലോണിയൻ റിലീജിയൻ സ്പ്രെഡ് എബ്രോഡ് ടു ബിക്കം ദ റിലീജിയൻ ഓഫ് ദ വേൾഡ്. അന്ന് തന്നെ ഈ ബാബിലോണ്യ മതം ലോക മതം എന്ന നിലയിൽ വളർച്ച പ്രാപിച്ചിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന തിരുക്കുടുംബത്തിലെ സ്ത്രീയും ഉണ്ണിയേശുവും എന്ന് വിശ്വസിക്കപ്പെടുന്ന ചിത്രം ആരുടേതേ അല്ല, വിശുദ്ധ മറിയത്തിൻ്റെതോ ഉണ്ണീശോയുടേതോ അല്ല. ഇത് നിമ്രോദിന്റെ കാലം മുതൽ വരുന്ന ബാബിലോണ്യ മതത്തിൻ്റെതാണ്. ഈ മതത്തിന്റെ ഉത്ഭവം തന്നെ വളരെ വഷളാണ്. നിമ്രോദ് ജീവിച്ചിരിക്കെ തന്നെ ഈ നിമ്രോദ്യ ആരാധന തുടങ്ങിയിരുന്നു. നിമ്രോദ് ഈ ജനത്തെ എല്ലാം കൂടെ വിളിച്ചുകൂട്ടി. പുരാതനമായി തന്നെ സാത്താൻ മനുഷ്യരെ സ്വാധീനിച്ചിട്ട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് നേതാക്കന്മാരെ ഉണ്ടാക്കി. ഈ നേതാക്കന്മാർക്ക് അമാനുഷികമായ കഴിവുകളും ശക്തിയും ഒക്കെ ഉണ്ടെന്ന് വരുത്തി തീർത്തു. വലിയ കഴിവുള്ള മനുഷ്യനായിരുന്നു ഈ നിമ്രോദ്. അവന്റെ കഴിവുകളൊക്കെ ദൈവീകമായ കഴിവുകളാണെന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അവനും ഭാര്യയും വിജയിച്ചു. അങ്ങനെ നിമ്രോദിനെ അവരുടെ കണ്ട ദൈവമായി അക്കാലത്തെ ജനം സ്വീകരിച്ചു തുടങ്ങി. അങ്ങനെ ഇവരൊരു കുടുംബം എന്ന നിലയിൽ മനുഷ്യരുടെ ആരാധന സ്വീകരിച്ചു തുടങ്ങിയ സമയം അക്കാലങ്ങളിൽ നിമ്രോദ് മരണപ്പെട്ടു. നിമ്രോദ് വാസ് നോ മോർ. എങ്കിലും ജനത്തിന്റെ ആരാധന ഈ ഭാര്യ സ്വീകരിച്ചു തുടങ്ങി. ഈ സ്ത്രീ ഒരു നെറികെട്ട സ്ത്രീയായിരുന്നു. അരുതായ്മകളിലൂടെ, അവിഹിത ബന്ധത്തിലൂടെ ഇവൾ ഗർഭം ധരിച്ചു. അപ്പോഴേക്കും ജനം ഇവൾക്കെതിരായി. അവിഹിത ബന്ധത്തിലൂടെയാണ് നിമ്രോദിന്റെ മരണത്തിന് ശേഷം നിമ്രോദിന്റെ ഭാര്യ ഗർഭം ധരിച്ചതെന്ന് മനസ്സിലാക്കിയ ജനം ഇവളെ തള്ളിക്കളയാൻ തുടങ്ങി. അങ്ങനെ അവളെ ജനം തള്ളിക്കളയാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ പൈശാചികമായ
സ്വാധീനം കൊണ്ട് ഈ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചൊരു കാര്യമുണ്ട്. അല്ലല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ അവിഹിത ബന്ധത്തിലല്ല ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നത്. പകരം നിങ്ങളുടെ ആരാധനാമൂർത്തിയായിരുന്ന, മരിച്ചെന്ന് നിങ്ങൾ കരുതുന്ന നിമ്രോദ് അമാനുഷികമായ നിലയിൽ എന്നിൽ ജന്മം കൊള്ളുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ആ ചിത്രം കണ്ടായിരുന്നോ? മോനെ, ആ ചിത്രം ഒന്നുകൂടെ കാണിച്ചോ. സെമിറാമീസ് ആൻഡ് നിമ്രോദ് എന്നുള്ളത് ബാബിലോണ്യ മതത്തിൽ അവൾ വിജയിച്ച ഒരു സംഗതിയാണ്. എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈ കുഞ്ഞ് വേറെ ഒരു പുരുഷൻ നിമിത്തമുണ്ടായ അവിഹിതമായ ബന്ധത്തിൽ ഉണ്ടായതല്ല. പകരം മരിച്ചുപോയ നിമ്രോദ് അത്ഭുതാവഹമായി എന്നിൽ പുനർജന്മമെടുക്കുകയാണ്, എന്നിൽ അവതരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ, സ്വാധീനിക്കുന്നതിൽ അവൾ വിജയിച്ചു. അങ്ങനെ ജനം ഈ സെമിറാമീസിനെ വളരെ വിശുദ്ധയായും അവളുടെ അവിഹിത ബന്ധത്തിൽ പിറന്ന കുഞ്ഞിനെ വിശുദ്ധ ജന്മമായും കൈക്കൊണ്ടു. അങ്ങനെയാണ് ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും ചിത്രം ഒടുവിൽ ആരാധനയ്ക്ക് വേണ്ടി ബാബിലോണ്യ മതത്തിന്റെ ഭാഗമായി തീർന്നത്. പിശാച് ഇതിനെല്ലാം വിദഗ്ധനാണ്. ഞാൻ മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പറഞ്ഞിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. വ്യാജ മതം, വ്യാജ വിശ്വാസം, വ്യാജ അത്ഭുതങ്ങൾ ഒക്കെ ജനം കണ്ണുമടച്ച് സ്വീകരിക്കുക. കാര്യം എന്താ? ഈ പറയുന്നവരുടെ കഴിവോ ഈ പറയുന്നതിലെ സത്യമോ ഒന്നുമല്ല. പകരം അവരിൽ വ്യാപരിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയുടെ വ്യാപാരം ഈ ജനങ്ങളെ അതിൻ്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ആ ശക്തിയാൽ ഇവരുടെ മനസ്സുപോലും കുരുടായി തീർന്നിട്ട് ഭോഷത്വവും പോലും വിശ്വസിക്കുവാൻ ഈ ജനം ഒരുക്കമായി തീരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സമയം തീർന്നെന്ന് എനിക്കറിയാം. 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ഈ ഡിസംബർ 31 നടന്നൊരു സംഭവം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ ചില വ്യാജന്മാരെയൊക്കെ പരീക്ഷണാർത്ഥം കേൾക്കാറുണ്ട്. മൊത്തമൊന്നും കേൾക്കത്തില്ല, അല്പമൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഒരു വ്യാജന്റെ ഒരു വ്യാജന്റെ പുതുവർഷ യോഗം ഞാൻ അന്ന് യൂട്യൂബിൽ തപ്പി കിട്ടി. ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ രണ്ടുപേരും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയതാ. അപ്പം ഈ പുള്ളി പറയുകയാണ്, ഒരു കുടുംബം, ഒരമ്മയും 2 മക്കളും, അവരെ സഭയിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നടന്ന വർഷം, ഏറ്റവും വലിയ പ്രശ്നം നടന്ന വർഷം 2023 ആയിരുന്നു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ പ്രവാചക, അതെ. അപ്പോഴത്തേക്കിനും ജനമൊക്കെ കൂടെ ഹുരേ ഹുരേ വിളിക്കാൻ തുടങ്ങി. മ്യൂസിക് പ്ലേ ചെയ്യുന്നു, അന്യഭാഷ പറയുന്നു, ഒക്കെ ആയി. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, ശ്രദ്ധിക്കണേ, ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് പറഞ്ഞു, അടുത്തത് അതിനേക്കാൾ വലിയ പ്രശ്നം നടന്നത് അതിന് മുമ്പുള്ള ഒരു വർഷത്തിന്റെ പേര് പറഞ്ഞു. വല്ല മനസ്സിലായോ? ഏറ്റവും വലിയ പ്രശ്നം, അതിനേക്കാൾ വലിയ പ്രശ്നമോ? പിന്നെന്തോ? അപ്പൊ പിന്നെ ഏറ്റവും വലിയത് എന്തുവാ? അതിന് കരഞ്ഞുകൊണ്ട് പറയാതെ ഏറ്റവും വലിയ പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നം ഇന്ന വർഷമാണ് നടന്നത്.
അതുകൊണ്ടും തീർന്നില്ല. പിന്നെ പറയാ അതിനേക്കാൾ വലിയ പ്രശ്നം ഈ 2 പെൺകുഞ്ഞുങ്ങളും കുഞ്ഞായിരുന്നപ്പോഴാണ് നടന്നത്. ഇവര് കരഞ്ഞോണ്ട് പറയുക ആയിരുന്നു. എന്തൊരു ഭോഷത്വമാ, എന്തെല്ലാം ഇങ്ങനെ. പക്ഷെ ഈ ജനം ഇത് അറിയുന്നില്ല. ഈ ഒരു ആത്മമണ്ഡലം എന്നൊക്കെ ഒരു പറയത്തില്ലേ, അങ്ങനെ ഒരു മണ്ഡലത്തിലെ ഒരു ആത്മാവിന്റെ ശക്തിക്ക് ഇവർ അധീനരാണ്. അതിനപ്പുറം ചിന്തിക്കുവാൻ ഇവരുടെ ബുദ്ധി അബലമായിരിക്കുന്നു. അതിന്ന് നമ്മുടെ കൺമുൻപിൽ നാം കാണുന്നു എങ്കിൽ ഈ സാത്താന്യ ശക്തി നേരിട്ടിടപെട്ടിരുന്ന അക്കാലത്ത് സ്വാഭാവികമായിരുന്നു. അങ്ങനെ ജനത്തെ വഞ്ചിച്ച് ഈ സെമിറാമീസ് ജനത്തോട് പറഞ്ഞു അവളുടെ അവിഹിത ബന്ധത്തിൽ പിറന്ന കുട്ടി മരിച്ചുപോയ അവളുടെ ഭർത്താവായിരുന്ന നിമ്രോദ് തന്നെയാണെന്ന്. അങ്ങനെ ഒരേ സമയം തന്നെ ഈ സെമിറാമീസ് നിമ്രോദിന്റെ ഒറിജിനൽ അസലായ ഭാര്യയും പിന്നെ വ്യാജ അമ്മയുമായിട്ട് മാറി. മനസ്സിലായോ? അങ്ങനെ ഉണ്ടായ ഒരു വ്യാജ മതമാണ് ബാബിലോണ്യ മതം. അതിന്റെ സ്വാധീനം ഇന്നുമുണ്ട്. ഇന്നും ക്രൈസ്തവ ലോകത്തെ ക്രിസ്തുമസും ഈസ്റ്ററും ഉൾപ്പെടെയുള്ള സംഗതികൾ ഈ ബാബിലോണ്യ മതത്തിന്റെ മറ്റൊരു വകഭേദമാണ്. അതേക്കുറിച്ച് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ 5 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തു. സ്തോത്രം. എന്നാൽ ഈ വ്യാജമതങ്ങളെ ദൈവം ന്യായം വിധിക്കും. ഈ വ്യാജമതങ്ങൾ കുറെ കൂടെ വിശാലവും ലോകോത്തരവുമായി തീരാൻ പോകുന്നു. എന്നാൽ പ്രിയരെ, നമുക്ക് ഈ വ്യാജമതങ്ങളുടെ ഭാഗം ആകേണ്ടതില്ല. ഈ ദുരാത്മാവിനാൽ ബാധിക്കപ്പെടാതെ, സ്വാധീനിക്കപ്പെടാതെ പരിശുദ്ധാത്മാവുള്ളവരായി നമുക്ക് മാറി നിൽക്കാം. നാം ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ ഈ സാത്താന്യ ആത്മാക്കളുടെ വ്യാപാരവും സ്വാധീനവും നമ്മിൽ ഉണ്ടാവുകയില്ല. നാം ഒറ്റ ഒരാളെ ഉള്ളെങ്കിലും നമ്മിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മശക്തിക്ക്, സ്തോത്രം, പൈശാചിക ശക്തികളുടെ വ്യാപാരങ്ങളെ തടയുവാൻ സാധിക്കും. സ്തോത്രം. ഏലിയാവ് ഒറ്റ ഒരുത്തനായിരുന്നു കർമ്മേലിൽ ദൈവത്തിന്റെ പ്രവാചകനായിട്ടുണ്ടായിരുന്നത്. 400ഉം 450ഉം വെച്ച് 850 പ്രവാചകന്മാരും പുരോഹിതന്മാരും ബാലിന്റെയും അശേരയുടേതുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ എന്നും നടത്തിവരുന്ന മന്ത്രങ്ങളും കർമ്മങ്ങളും കൊണ്ട് ബാലിന്റെ ശക്തിയെ അഴിച്ചുവിടാൻ അവർക്ക് പറ്റിയില്ല. ഏലിയാവിന്റെ സാന്നിധ്യം, ഒറ്റ ഒരു പ്രവാചകന്റെ, ഒറ്റ ഒരു യഹോവയുടെ ദാസന്റെ സാന്നിധ്യം അവിടെയുള്ള 850 പ്രവാചകന്മാരിൽ കൂടെ വ്യാപരിച്ച പൈശാചിക ശക്തിയെ ബന്ധിക്കുവാൻ കാരണമായെങ്കിൽ ഞാനും നിങ്ങളും ഒറ്റ ഒരാളെ ഉള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവർ എങ്കിലും നമ്മിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് സാത്താന്റെ സിംഹാസനമുള്ള ഇടത്ത് നാം ഒറ്റയ്ക്ക് പോയാലും ആ ശക്തികൾ നമ്മളെ സ്വാധീനിക്കത്തില്ല. നമ്മിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ ശക്തികൾക്ക് അവിടം വിട്ടുപോകേണ്ടി വരും, ഇരുട്ടിന്റെ ശക്തികൾക്ക്. സ്തോത്രം. സാധാരണ ഞാൻ പറയുന്നത് പോലെ എത്ര കൂരിരുട്ടാണെങ്കിലും ഇത്തിരി വെട്ടമാണ് ഒത്തിരി ഇരുട്ടിനേക്കാൾ ശക്തിയുള്ളത്. എങ്കിൽ നമ്മോടൊപ്പം മിന്നാമിനുങ്ങോളമെങ്കിലും പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് നമ്മെ സ്വാധീനിക്കുവാൻ കഴിയില്ല. ആകയാൽ ആ ശക്തിയോടെ, സ്തോത്രം, നമുക്കും മുൻപോട്ട് ജീവിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്നവരെ പിടിച്ചു പുറത്തു കൊണ്ടുവരാം. സുവിശേഷത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലും അതിന് നമുക്കൊക്കെ ഇടയാകട്ടെ. അത് നിമിത്തം നാം കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യുവാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.